Welcome to my YouTube channel Anjali Devadas Biohub. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി. Immunological basis of graft rejection, self versus non-self recognition. The immune system primary function is to attack foreign organism protecting the body. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഫോറിൻ ഓർഗാനിസത്തിൽ നിന്ന് നമ്മളുടെ ബോഡീനെ രക്ഷിക്കുക എന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫങ്ഷൻ. അതുപോലെ തന്നെ അവരവരുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് അവർക്ക് സെൽഫും നോൺ സെൽഫ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻറ്റിജൻസ് ആർ മോളിക്യൂൾസ് ഓൺ ഫോറിൻ സെൽ ദാറ്റ് ട്രിഗർ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഒരു ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ സെൽസിലുള്ളൊരു മോളിക്യൂളാണ്. അവർക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ, ഈ ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത് അവരവരുടെ സെൽസിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസിനും അവരവരുടേതായിട്ടുള്ള ഹ്യൂമൻ ലൂക്കോസൈറ്റ് പ്രോട്ടീൻസുകൾ പ്രസന്റ് ആണ്. സെൽസ് ലാക്കിംഗ് ദീസ് HLA മാർക്കർ ആർ റെക്കഗ്നൈസ് ആസ് ഫോറിൻ ആൻഡ് സബ്ജക്ട് ടു അറ്റാക്ക്. അപ്പോൾ ഈ ഒരു HLA മാർക്കേഴ്സ് ഇല്ലാത്ത സെൽസുകളെയാണ് പെട്ടെന്ന് തന്നെ ഇവർ ഫോറിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സെൽഫ് ഏതാണ് നോൺ സെൽഫ് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അവർ ഈ ഒരു ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ വെച്ചിട്ടൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരവരുടെ സെൽ ഏതാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് റിജക്ഷൻ. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഒക്കർ വെൻ റെസിപ്പിയൻ ഇമ്മ്യൂൺ സിസ്റ്റം ടാർഗറ്റ് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻ ഓർ ടിഷ്യൂ. അതായത് ഒരു ഓർഗൻ നമ്മൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു ഓർഗൻ കൊണ്ട് വെക്കുമ്പോൾ ആ ഒരു ഓർഗാനിനെ റിജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളുടെ ആ ഒരു റെസിപ്പിയൻ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്തു, ആ ഒരു ട്രാൻസ്പ്ലാന്റഡ് ഓർഗനെ എന്താണ് ടാർഗറ്റ് ചെയ്ത് അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ട്രിഗർഡ് ബൈ ഡോണർ HLA പ്രോട്ടീൻ ഐഡൻറ്റിഫൈഡ് as ഫോറിൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണർ ഓർഗൻ്റെ HLA പ്രോട്ടീൻസ് ഉണ്ട്, അതിനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫോറിൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ പോയി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി റെഫർ ടു ദ സിമിലാരിറ്റി ഓഫ് HLA ജീൻ ബിറ്റ്വീൻ ഡോണർ ആൻഡ് റെസിപ്പിയൻ. ഇപ്പോൾ ഡോണറിൻ്റെയും റെസിപ്പിൻ്റെയും HLA ജീൻ തമ്മിൽ സിമിലർ, മാക്സിമം കൂടുതൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ റിജക്ഷൻ നടത്താനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഏകദേശം HLA ജീൻസ് സിമിലർ ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഗ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എപ്പോഴും ഈ ഒരു HLA ജീനുകൾക്ക് തമ്മിൽ ഒരു ഗുഡ് മാച്ച് ഉണ്ടെങ്കിൽ റിജക്ഷൻസ് ഉണ്ടാകും, പക്ഷെ കുറവായിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോണറിൻ്റെ ഇമ്മ്യൂൺ സെൽസ് നമ്മളുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യും. നമ്മളാണ് റെസിപ്പിയൻ്റ്, നമ്മളുടെ ഹെൽത്തി സെൽസിനെ ആര് അറ്റാക്ക് ചെയ്യും? ഡോണറിൻ്റെ ഇമ്മ്യൂൺ സെൽസുകൾ അറ്റാക്ക് ചെയ്യും. ആ ഒരു അവസ്ഥയെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിലൊക്കെയാണ് ഈ പറയുന്ന ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അതാണ് മെക്കാനിസം ഓഫ് റിജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലിനിക്കൽ സ്റ്റേജസ് ഓഫ് റിജക്ഷൻ, അതായത് 2 തരത്തിലുള്ള റിജക്ഷൻ ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ, അക്യൂട്ട് റിജക്ഷൻ, ക്രോണിക് റിജക്ഷൻ. ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച്, അതായത് നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മിനിറ്റ് അല്ലെങ്കിൽ അവേഴ്സിൽ നടക്കുന്നൊരു ഗ്രാഫ്റ്റ് റിജക്ഷനാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനാണ് സ്വീകരിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ഓർഗൻ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ബോഡിയിൽ ഓൾറെഡി കുറേ ആൻറ്റിബോഡീസുകൾ നേരത്തെ ഉണ്ടായി വെച്ചിട്ടുണ്ട്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡീസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഡോണറിൻ്റെ ടിഷ്യൂവിനെ എൻ്റെ ബോഡി എന്ത് ചെയ്യും, ഫോറിനായിട്ട് കൺസിഡർ ചെയ്ത് അതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കും. അതായത് ഇമ്മീഡിയറ്റ് റിജക്ഷൻ നടത്തും. അതാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അവേഴ്സ് കഴിഞ്ഞ് നടക്കുന്ന ഒരു റിജക്ഷനാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. അത് ട്രിഗർ ചെയ്യാൻ കാരണം എന്താണ്? പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡി റെസിപ്പിയൻ്റെ ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് അവരെന്താ ചെയ്യുന്നത്, ഈ ഒരു ആൻറ്റിബോഡി ഡോണറിൻ്റെ ആൻറ്റിജനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഇമ്മീഡിയറ്റ് റിജക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റിബോഡീസ് എൻ്റെ ബോഡിയിൽ എങ്ങനെയാണ് നേരത്തെ തന്നെ ഉണ്ടായത്? ചിലപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ട്രാൻസ്ഫ്യൂഷൻസ് വഴിയോ, അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആൻറ്റിബോഡി ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത് അത് നടക്കുന്നത് ഒരു 6 മാസമൊക്കെ, അതായത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോഴാണ് അക്യൂട്ട് റിജക്ഷൻ നടക്കുന്നത്.
ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഡോണർ ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് ആൻറ്റിബോഡി പണ്ടത്തെ ആൻറ്റിബോഡി ഒന്നുമല്ല, പുതിയ ആൻറ്റിബോഡി ഫോർമേഷൻ നടക്കും. പക്ഷെ നമുക്ക് ഇങ്ങനൊരു റിജക്ഷൻ നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതാണ് അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്രോണിക് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അക്യൂട്ട് റിജക്ഷൻ റിപ്പീറ്റ്ലി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വരുന്നത് തന്നെ കുറേ മാസങ്ങൾ, കുറേ വർഷങ്ങൾ, അതായത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറേ മാസങ്ങൾ, ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അക്യൂട്ട് റിജക്ഷൻ കഴിഞ്ഞിട്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ അക്യൂട്ട് റിജക്ഷൻ വരുമ്പോൾ പിന്നീട് കുറച്ച് സിവിയർ ഫോമിൽ വരുന്നതാണ് ക്രോണിക് റിജക്ഷൻ. ഇതിന് ക്യൂർ ഒന്നുമില്ല, ആ ഒരു ഗ്രാഫ്റ്റ് റിമൂവ് ചെയ്ത് കളയാമെന്ന് മാത്രമേ ഉള്ളൂ പ്രതിവിധി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗുകളൊക്കെ യൂസ് ചെയ്താൽ പോലും ഒരു യൂസ്ഫുൾ ഉണ്ടാവില്ല. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ മാനിഫെസ്റ്റ് ഇൻ സ്റ്റേജസ് ആൻഡ് ക്യാൻ ഇൻവോൾവ് ബോത്ത് ആൻറ്റിബോഡി ആൻഡ് T സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻസ്. അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിബോഡി മീഡിയേറ്റഡും T സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻസിലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അല്ലോ ആൻറ്റിജൻ ആണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അല്ലോ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഓർഗനിൽ നിന്ന് വരുന്ന ആൻറ്റിജൻസുകളാണ് അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലേക്ക് എന്തെങ്കിലും ആൻറ്റിബോഡി റിയാക്ഷൻസുകളായിരിക്കാം, അല്ലെങ്കിൽ അലർജി പോലത്തെ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി ഒക്കെ ആയിരിക്കാം അവരുടെ റിജക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആണ് ഉണ്ടാവുന്നത്, കാരണം അവിടെ മുന്നേ പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡീസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി സപ്പോസ് അവിടെ പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡീസ് ഇല്ലെങ്കിൽ പോലും റിജക്ഷൻ 2 ഫേസ് വഴി നടക്കുന്നുണ്ട്. ഒന്ന് സെൻസിറ്റൈസേഷൻ ഫേസ്, രണ്ടാമത് എഫക്റ്റർ ഫേസ്. സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മളുടെ റെസിപ്പിയൻറ്റിൻ്റെ ലിംഫോസൈറ്റ് ഈ പറയുന്ന ആൻറ്റിജനെ കാണുകയും ജസ്റ്റ് പ്രൊലിഫറേറ്റ് ചെയ്യുന്ന അവസ്ഥ, അതാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് ലിംഫോസൈറ്റുകൾ എന്താണ് ഗ്രാഫ്റ്റിലുള്ള ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, പ്രൊലിഫറേറ്റ് ചെയ്യുന്നു. ഇനി എഫക്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ആ ഒരു ഗ്രാഫ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എഫക്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ഫേസുകൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ്റെ ടൈമിൽ ഒക്കെ അറിയുന്നുണ്ട്, സെൻസിറ്റൈസേഷൻ ഫേസ് ആൻഡ് എഫക്റ്റർ ഫേസ്. ഇനി ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു മിനിറ്റ് തുടങ്ങി അവേഴ്സ് വരെയാണ് ഈ ഒരു റിജക്ഷൻ കാണിക്കുന്നത്, കാരണം പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ നമ്മളുടെ ആൻറ്റിബോഡീസ് എന്താ ചെയ്യുന്നത്, ആൻറ്റിബോഡീസ് ഗ്രാഫ്റ്റിലുള്ള HLA ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേഷൻ ചെയ്യും. കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും, ന്യൂട്രോഫിൽസിനെ അട്രാക്ട് ചെയ്യും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പോൾ കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേഷനൊക്കെ നടക്കുന്നത് ഈ പറയുന്ന ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ്റെ കേസിലാണ്. ഓക്കെ, ഇനി അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത് T സെൽ മീഡിയേറ്റഡ് ആണ്. നമ്മൾ ഈ ടിഷ്യൂസ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ മാക്രോഫേജസിൻ്റെയും ലിംഫോസൈറ്റിൻ്റെയും പ്രസൻസുകൾ കാണാൻ സാധിക്കും. ഈ ഒരു അക്യൂട്ട് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റിയാണ് കാണിക്കുന്നത്. കുറച്ച് മാത്രം ആൻറ്റിബോഡി മീഡിയേറ്റഡ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. നമ്മളുടെ ക്രോണിക്, അതായത് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷനിൽ കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ കാണിക്കുന്നുണ്ട്. അക്യൂട്ട് റിജക്ഷനിൽ ആരുടെ ആക്ടിവേഷനാണ്, അവിടെ T സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് കാണിക്കുന്നത്. ഇനി ക്രോണിക് റിജക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിബോഡീസും T സെൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല, ജസ്റ്റ് ആ ഒരു ട്രാൻസ്പ്ലാന്റിനെ എടുത്ത് റിമൂവ് ചെയ്യാൻ മാത്രമാണ് കാര്യമുള്ളത്. ഇനി എന്താണ് നമ്മൾ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഈ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി എന്ന് പറയുന്ന 2 രീതിയിലുണ്ട്. ഒന്ന് ജനറലൈസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ടാർഗറ്റ് സ്പെസിഫിക് ഉണ്ട്. അതായത് ഈ ജനറൽ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് അതായത് മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് ജനറലൈസ്ഡ് ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ അതായത് ആ ഒരു ഗ്രാഫ്റ്റിന് എഗെയിൻസ്റ്റ് മാത്രമല്ല മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഇൻഫെക്ഷനെ തടയാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വർക്കിംഗ് അല്ലല്ലോ, കാരണം ഇമ്മ്യൂൺ സിസ്റ്റം ഇൻആക്റ്റീവ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്യാൻസേഴ്സ് ഉണ്ടാവാനും ഹൈപ്പർ ടെൻഷൻ, ബോൺ ഡിസീസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് ഈ ജനറലൈസ്ഡ് ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പീസിൻ്റെ എക്സാമ്പിൾസ് ആണ് മൈറ്റോട്ടിക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ അസാത്തിയോപ്രൈൻ, സൈക്ലോഫോസ്ഫമൈഡ്,
മീത്തോട്രക്സേറ്റ്, ഇതൊക്കെ എന്താണ് മൈറ്റോട്ടിക് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ബി സെൽ ഡിവിഷനും ടി സെൽ ഡിവിഷനും ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രെഡ്നിസോൺ, ഡെക്സാമെത്താസോൺ, ഇതൊക്കെ എന്താണ്? കോർട്ടിക്കോസ്റ്റീറോയിഡ്സുകളാണ്. ഇവർ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഫംഗൽ മെറ്റാബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വരുന്നതാണ് സൈക്ലോസ്പോറിൻ എ, FK506, റാപ്പാമൈസിൻ, ഇതൊക്കെ ഫംഗൽ മെറ്റാബോളൈറ്റ്സ് ആണ്. ഇവർ ടി സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർലൂക്കിൻ 2 പ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. പിന്നെ ടോട്ടൽ ലിംഫോയിഡ് ഇറേഡിയേഷൻ, അതായത് മൊത്തത്തിൽ ലിംഫോസൈറ്റ്സിനെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തത്തിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇമ്യൂണോസപ്രസീവ് ഡ്രഗുകളുടെ എക്സാമ്പിൾസ്. ഒന്ന് മൈറ്റോട്ടിക് ഇൻഹിബിറ്റേഴ്സ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്, ഫംഗൽ മെറ്റാബോളൈറ്റ്സ്, ടോട്ടൽ ലിംഫോയിഡ് ഇറേഡിയേഷൻ. ഇനി ടാർഗറ്റ് സ്പെസിഫിക് ഇമ്യൂണോസപ്രസീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് അതുപോലെ നടക്കും, അവർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മെയിനായിട്ട് ഗ്രാഫ്റ്റിലുള്ള ആൻറ്റിജനെ മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് അവരുടെ ആ ഒരു ഗ്രാഫ്റ്റിലുള്ള ആൻറ്റിജനെ മാത്രമേ നമ്മളിതിനെ ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ച് സപ്രസ് ചെയ്യുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഹ്യൂമൻസിൽ അച്ചീവ് ചെയ്യാനായിട്ട് അധികം പറ്റിയിട്ടില്ല. അനിമൽ സ്റ്റഡീസിലൊക്കെ ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആണ്. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ചാൽ ടി സെല്ലിൻ്റെ പോപ്പുലേഷനെ തകർക്കും, അത് ടി സെൽസിൻ്റെ ആക്ടിവേഷനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ കുറേ സ്റ്റിമുലേറ്ററി സിഗ്നൽസുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ടാർഗറ്റ് സ്പെസിഫിക് ഇമ്യൂണോസപ്രസീവ് തെറാപ്പിയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലിനിക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ. ക്ലിനിക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഓർഗൻ ഡാമേജ് ആവുകയാണെങ്കിൽ നമ്മൾ വേറൊരാളിൽ നിന്ന് ഓർഗൻസോ സെൽസോ ടിഷ്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കും. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ്റ്റിനെ ഫോറിനായിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റിജക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, പക്ഷേ ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ ഒരു പുതിയൊരു ഓർഗൻ വെക്കുമ്പോഴോ പുതിയൊരു ടിഷ്യൂസ് വെക്കുമ്പോഴോ അത്രത്തോളം ആളുകളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് എന്താ ചെയ്യുന്നത്? ട്രാൻസ്പ്ലാന്റിനെ ഫോറിനായിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നശിപ്പിച്ച് ഡിസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിജക്ഷൻ ഒഴിവാക്കാനായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആണോ നോക്കണം, ടിഷ്യൂ ടൈപ്പിംഗ്, അതായത് ഇവരുടെ ടിഷ്യൂവിലുള്ള HLA ആൻറ്റിജൻ മാച്ചിങ് ആണോ നോക്കണം, ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റെ സെറവും ഡോണറിൻ്റെ സെല്ലും തമ്മിൽ മാച്ച് ആണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഈ ഒരു ഇമ്യൂണോസപ്രസീവ് ഡ്രഗ് ഉപയോഗിച്ചാൽ റിജക്ഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നോൺ സ്പെസിഫിക് ആയിക്കുള്ളൂ, അതുകൊണ്ട് റിസ്ക്കും ഉണ്ട്. അതായത് ഇൻഫെക്ഷൻ കൂടാനായിട്ടും സൈഡ് എഫക്ട്സ് ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഇൻഡിവിജ്വലിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ കാലിൻ്റെ കുറച്ച് ടിഷ്യൂസ് എടുത്തിട്ട് കയ്യിലേക്ക് കൊണ്ടുപോയി വെക്കാം. അങ്ങനെ നമ്മൾ സെയിം ഇൻഡിവിജ്വലിൽ തന്നെ ടിഷ്യൂവിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സ്പീഷീസിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിക്കോളൂ അലോഗ്രാഫ്റ്റ്. ഐസോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസ് തമ്മിൽ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതാണ്. സീനോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിക്കോളൂ, ഇപ്പോൾ മാനും പിഗും അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഷീസുകൾ. പിന്നെ ABO ഇൻകോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റ്, പിന്നെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ സ്റ്റെം സെൽസുകളാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റോൾ ഓഫ് MHC ഇൻ ഗ്രാഫ്റ്റ് റിജക്ഷൻ. MHC മാച്ചിങ്, അതായത് എപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് MHC തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ സിബ്ലിങ്സ് ആണോ പാരൻസ് ആണോ നോക്കുകയാണെങ്കിൽ സിബ്ലിങ്സിനെയാണ് കൂടുതലായിട്ട് HLA ആൻറ്റിജൻസ് അല്ലെങ്കിൽ MHC മാച്ചിങ് ആയിട്ട് സൂട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് പാരൻസ്, പിന്നെ റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ അകന്ന റിലേറ്റീവ്സ് അല്ല, ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കണം. പിന്നെ ക്രോസ് മാച്ചിങ് ടെസ്റ്റുകൾ, അതായത് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്രോസ് മാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കിട്ടുകയാണെന്ന് ചോദിച്ചാൽ എന്താണ്? തീർച്ചയായിട്ടും ആ ഒരു ഡോണറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി നമ്മളുടെ ബോഡിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ എന്താണ്? ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് MHC ആൻറ്റിജൻ ഐഡന്റിക്കൽ ആയിട്ടിരിക്കുമെങ്കിൽ പോലും ചെറിയ മൈനർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും റിജക്ഷൻ ചാൻസുകളുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി ആൻറ്റിജൻസിനാണെങ്കിൽ ഉണ്ടെങ്കിൽ ഹെൽപ്പർ T സെൽസിനും സൈറ്റോട്ടോക്സിക് T സെൽസിനും ഡയറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇനി മൈനർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി ആൻറ്റിജൻസ് ആണെങ്കിൽ സെൽഫ് MHC മോളിക്യൂൾസ് ആണ് അത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ സെൽഫ് MHC മോളിക്യൂൾ തന്നെ പ്രസന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വെച്ചാൽ MHC മാച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ T സെൽ ആക്ടിവേറ്റ് ചെയ്യും, ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യും, കോംപ്ലിമെന്റ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി. താങ്ക് യു.